ഓക്കെ, ശ്രീ ജയൻ ചേർത്തല, താങ്കളുടെ ചങ്കൂറ്റത്തെയല്ല, താങ്കളുടെ ആർജവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചങ്കൂറ്റത്തെ ചോദ്യം ചെയ്യുകയല്ല, ആർജവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. ആ മത്സരിക്കാൻ കാട്ടിയ ആ ഒരു ആർജവം എന്ന് പറയുന്നത് ആ സംഘടനയ്ക്കുള്ളിൽ പലർക്കും ഇല്ലാതെ പോയത് കൊണ്ട് മാത്രം അവർ ചേർത്ത് വെക്കുന്ന കുറെ ആളുകൾ കാലാകാലങ്ങളായി ഈ സംഘടനയുടെ അമരത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ പ്രസിഡന്റിനെ കുറ്റം പറയുകയല്ല, പക്ഷേ പല ആളുകളും കൃത്യമായി തുടർച്ചയായി അധികാര സ്ഥാനത്ത് തുടർന്നത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു കോംബോയാണ്. അതിനെയാണ് ശ്രീ ജയൻ ചേർത്തല ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് മൊഴി നൽകിയ പെൺകുട്ടികൾ, സ്ത്രീകൾ, അവരൊക്കെ പറഞ്ഞത് ഒരു പവർ ഗ്രൂപ്പ് സിനിമയിലുണ്ട്, പലരുടെയും അവസരം മുടക്കുന്നു, പലരെയും ഇല്ലാതാക്കുന്നു, പലരെയും ചേർത്ത് നിർത്തുന്നു, കഴിവില്ലെങ്കിലും കയറി വരാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമായി ഈ മാറി മാറി ഈ ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ ഒരു താരസംഘടനയ്ക്കുള്ളിൽ എവിടെയാണ് ജനാധിപത്യം, എവിടെയാണ് റിയൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുക? ശ്രീ ജയൻ ചേർത്തല, ഞാൻ ആദ്യം കൊടുത്ത പത്രവാർത്ത അത് തന്നെയാണ്. ഈ സംഘടനയ്ക്കകത്ത് ജനാധിപത്യ ബോധം ജനിക്കുകയും ഒരു ഡെമോക്രസി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് മത്സരിച്ച ആളാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഘടനക്കകത്ത് കുറച്ച് തിരുത്തലുകൾ ആവശ്യമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനക്കകത്ത് അടിമുടി തിരുത്തലുകൾ ആവശ്യമാണ്. അത് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? ഞാനൊരു ഭാരവാഹിയായി വന്നതിന് ശേഷം ഇതിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ഇതിനെ ജനാധിപത്യപരമായിട്ട് ഇതിനൊരു ഏകാധിപത്യ പ്രവണത ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായി നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് ഇതിനെ മാറ്റണം. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഞങ്ങളും ഇപ്പം. എന്താ പറയുക, എല്ലാ കൺവെൻഷണൽ തോട്ട്സിനെയും മാറ്റിക്കൊണ്ട് ജനാധിപത്യ ബോധത്തിൽ ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ നിർത്താൻ പറ്റുന്ന ഒരു താരസംഘടനയായിട്ട് അമ്മയെ മാറ്റണം എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ശ്രീ ജയൻ ചേർത്തല, ഒരു താരം, ആ താരത്തിന് കിട്ടുന്ന ചില ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അവർക്കുള്ള ഒരു ഫാൻ ബേസ്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അവരൊരു ബ്ലോക്ക് ബസ്റ്റർ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു പണം വാരി പടത്തിൽ അവരുണ്ടെങ്കിലേ അത്രയും പണം വാരാൻ കഴിയൂ. അങ്ങനെയുള്ള ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി അവരൊരു അവിഭാജ്യ ഘടകമായി നിൽക്കുമ്പോൾ അവരെ തൊടാൻ അങ്ങ് പേടിയാണ്. അവർ തെറ്റ് ചെയ്താലും ചേർത്ത് പിടിക്കുന്നതിനായി ശ്രമിക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അതായത് ഒരു താരമാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാം, ആ തെറ്റിൻ്റെ മറച്ചു വെക്കുന്നതിനായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. അങ്ങനെ ഒരു തോന്നൽ ഈ ആളുകൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പവർ ഗ്രൂപ്പായി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സിനിമയിലുള്ളവർ മാത്രമല്ല, അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ മണിയുണ്ട്, അതിൽ ബിസിനസ് ഉണ്ട്, അതിൽ മാഫിയയുണ്ട്, എല്ലാം ചേരുന്ന ഒരു സ്ട്രക്ചർ, ഒരു പവർ സ്ട്രക്ചർ, അത് മലയാള സിനിമയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് വളരെ കൃത്യമായി ഊരിപ്പോരാൻ കഴിയുന്നത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊരിപ്പോരാൻ കഴിയും. അതുതന്നെയല്ലേ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു അമിത ആത്മവിശ്വാസം? അങ്ങനെയാണ് സിദ്ദിഖ് പറഞ്ഞത്, എന്നെ തൊടാൻ കഴിയില്ല നിനക്കെന്ന് രേവതി സമത്തിനോട് പറഞ്ഞത്. അതൊരു അറിവില്ലായ്മയാണ്. അത് അങ്ങനെ ആര് പറഞ്ഞാലും അതൊരു തെറ്റാണ്, അതൊരു അറിവില്ലായ്മയാണ്. കാരണം ഞാൻ ചോദിക്കണത്, ഈ ജീവിക്കുന്ന രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥിതിയില്ലേ? ഇവിടുത്തെ സാധാരണക്കാരനെയും കോടീശ്വരനെയും ഒരേപോലെ കാണുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയും ഒരു നിയമങ്ങളും പാലിക്കേണ്ട ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അവിടെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണ്, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിലോ എനിക്ക് അധികാരമുണ്ടെങ്കിലോ എന്നെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം, എനിക്ക് തെറ്റും ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ തോട്ടിനെ നമ്മൾ പറയുന്നത് അറിവില്ലായ്മ എന്നേ പറയാൻ പറ്റും. അങ്ങനെ ആരും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഏത് സംഘടനയായാലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ അമിതാഭ് ബച്ചൻ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെ മമ്മൂക്ക മുന്നിൽ വന്ന് നിന്നാൽ, ലാലേട്ടൻ മുന്നിൽ വന്ന് നിന്നാൽ അവരോട് ആരാധനയുണ്ട്, സിനിമാ നടൻ എന്നുള്ള ലെവലിൽ. പക്ഷേ അതിനപ്പുറം ദേ ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, വൺ അമംഗ് ഈക്വൽസ്. ഇത് ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലും ഞാൻ പറഞ്ഞതാണ്. നമുക്കിതിനകത്ത് ഹയറാർക്കികളൊന്നുമില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്ന് 17 പേര് ഇരിക്കുമ്പോൾ അതിനകത്ത് താരപരിവേഷങ്ങളൊന്നുമില്ല. വി ആർ ഓൾ വൺ അമംഗ് ഈക്വൽസ് ആണ്. നമ്മൾ 17 പേരും ഒരേ ഈക്വൽ പ്രോമിനൻസ് ഉള്ള ആൾക്കാരാണ്. അതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നതിനകത്ത് വലിയവനെ നോക്കുക, ചെറിയവനെ നോക്കുക. ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല, എൻ്റെ മരണം വരെ നോക്കുകയുമില്ല. ഞാൻ പക്ഷേ അവരോട് ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോഴോ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴോ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. കാരണം സമൂഹം എന്നെക്കാളും കൂടുതൽ അവരെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പം ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അനുവർത്തിക്കാൻ ഞാനും ചെയ്യണം സമൂഹജീവിയായിട്ട്. പക്ഷേ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു പ്രവൃത്തി നടത്തുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് പ്രയോറിറ്റി ഇന്ത്യയിലെ എല്ലാ 150 കോടി ജനത്തിനും ഒറ്റ പ്രയോറിറ്റി. താങ്കൾ കൃത്യമായ പോയിന്റിലേക്ക് വന്നു.